സോ നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു നമ്മുടെ ഒരു 3 റോസും 3 റോയും 2 കോളംസും ഉള്ളൊരു 3/2 മെട്രിക്സാണ് അല്ലേ. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ 3 റോ എന്തായി മാറും? 3 കോളംസായി മാറും. അതേപോലെ തന്നെ ഇതിൻ്റെ 2 റോ എന്തായി മാറും? 2 കോളം എന്തായി മാറും? 2 റോ ആയി മാറും അല്ലേ. അതായത് നമ്മളുടെ ഗിവൺ മെട്രിക്സിൻ്റെ റോ 3 റോ ഇപ്പം 10, 20 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റോ എന്തായി മാറും? നമ്മുടെ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളമായി മാറും. 30, 40 എന്നുള്ള സെക്കൻഡ് റോ എന്തായി മാറും? നമ്മുടെ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളമായി മാറും. ദെൻ 50, 60 എന്നുള്ള തേർഡ് റോ എന്തായി മാറും? നമ്മുടെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സിൻ്റെ കോളമായി മാറും, തേർഡ് കോളമായി മാറും അല്ലേ. അവിടെ റോസും കോളംസും എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് നോക്കാം. മെട്രിക്സിൻ്റെ ഫസ്റ്റ് നമ്മുടെ ഗിവൺ മെട്രിക്സിൻ്റെ 10 എന്നുള്ള എലമെൻറ്റിൻ്റെ ഏത് ലൊക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്? 0, 0-യിലായിരുന്നെങ്കിൽ നമ്മുടെ ട്രാൻസ്പോസിനകത്തും 10ൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? 0, 0-യിലാണ്. ഇനി നമ്മുടെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള 2, 0 നമ്മുടെ ഗിവൺ മെട്രിക്സിൻ്റെ ഇൻഡെക്സ് എവിടെയാണ് നിൽക്കുന്നത്? ഫസ്റ്റ് റോയെ നമ്മൾ, അതായത് ആദ്യത്തതിനെ നമ്മൾ 0 ആയിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വാല്യൂ അല്ലേ, അതായത് 0th റോയിലെ ഫസ്റ്റ് കോളത്തിലാണ് 20 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും 20 റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0, 1 എന്തായി മാറും? ആക്ച്വലി 1, 0 ആയി മാറും അല്ലേ. അതേപോലെ തന്നെ ഇവിടുത്തെ എലമെൻറ്റ് 30 നോക്കുകയാണെങ്കിൽ 30 എന്തായിരുന്നു? 1, 0 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ 30 എന്തായി മാറും? 0, 1 ആയി മാറും പൊസിഷൻ വൈസ്. അടുത്ത 40 നോക്കുകയാണെങ്കിൽ 1, 1 ആണ്. സോ ഇവിടുത്തെയും 1, 1 എന്ത് തന്നെയാണ്? 40. സോ അടുത്ത നെക്സ്റ്റ് 50 എന്നുള്ള എലമെൻറ്റ് എന്താണ്? 2, 0 എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 50യുടെ ഇവിടുത്തെ ഇൻഡെക്സ് എന്തായി മാറും? 0, 2 ആയി മാറും. നെക്സ്റ്റ് 60 എന്നുള്ള എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 2, 1 ആണ്. അത് നമ്മുടെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സിന് എന്തായിരിക്കും? 1, 2 എന്നുള്ള എലമെൻറ്റായി മാറും. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? റോ കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇൻ്റർചേഞ്ച് ചെയ്തേക്കുവാണ്. ഇപ്പോൾ 0, 1 എന്നാണ് നമ്മളുടെ ഒറിജിനൽ മെട്രിക്സിലെ എലമെൻറ്റ് പൊസിഷൻ എങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ട്രാൻസ്പോസ്ഡ് പൊസിഷൻ എന്തായിരിക്കും? 1, 0 ആയിരിക്കും. അതേപോലെ തന്നെ 2, 1 ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്തായിരിക്കും? 1, 2 ആയിരിക്കും. ഇങ്ങനെ അതിൻ്റെ റോസും കോളംസും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നു, സ്വാപ്ഡായി മാറുക അല്ലേ. അതായത് ഇവിടുത്തെ റോ ആണ് ഈ മെട്രിക്സിൻ്റെ എന്താണ്? ഇവിടുത്തെ 0 എന്നുള്ള റോ ആണ്. ആ 0 ആണ് ഇവിടുത്തെ കോളമായി മാറുന്നത്. അതേപോലെ ഈ മെട്രിക്സിൻ്റെ റോയാണ് ഇവിടുത്തെ എന്തായി മാറുന്നത്? കോളമായി മാറുന്നത്. സെയിം വേയിൽ ഈ മെട്രിക്സിൻ്റെ റോ ആണ് ഇവിടുത്തെ കോളമായി മാറുന്നത് അല്ലേ. സോ ഇത് നമ്മുടെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ആണെങ്കിൽ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെ കോളമായിരിക്കും ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ 1 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ മെട്രിക്സിൻ്റെ റോ കോളമാണെങ്കിൽ അത് നമ്മുടെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സിൻ്റെ എന്തായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റോ ആയിട്ട്. സോ ഒരു റോസ് ആൻഡ് കോളത്തിൻ്റെ ഇൻ്റർചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്, ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുക. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കോഡ് എഴുതുന്ന സമയത്തും റോ എന്താണോ ഉണ്ടായിരുന്നത് റോയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ റെഫറൻസും ആർക്ക് കൊടുക്കുക? കോളത്തിന് കൊടുക്കുക. അതേപോലെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ റെഫറൻസും നമുക്ക് ആർക്ക് കൊടുക്കുക? റോയ്ക്ക് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? ആദ്യം നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം ഒരു മെട്രിക്സ് വേണം. ആ മെട്രിക്സിന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മെട്രിക്സിന് ശരിക്കും ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2D അറേയാണ്. 2D അറേ എന്ന് പറയുമ്പോഴേക്കും അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അറേ സൈസ് വേണം അല്ലേ. അറേ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു അറേക്ക് ഒരു 2D അറിയുമ്പോഴേക്കും അതിന് എന്തൊക്കെയാണ് അറേ സൈസായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? അതിൻ്റെ റോ വാല്യൂം കോളം വാല്യൂ, അല്ലെങ്കിൽ റോ സൈസും കോളം സൈസും. ഓക്കെ, സോ മെട്രിക്സിൻ്റെ സൈസ് അല്ലെങ്കിൽ 2D അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ സൈസും ഉണ്ടായിരിക്കും, കോളം സൈസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് വേണം? എലമെൻറ്റ്സിനെ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പ് വേണം അല്ലേ. ഒരു നോർമൽ അറേ ആണെങ്കിൽ അറേയുടെ സൈസ് n ആണ്. സോ നമ്മൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് 0 മുതൽ n വരെ പോകുന്ന ഒരു എന്താണ് n-1 വരെ പോകുന്ന രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഓഫ് സ്കാൻ ഓഫ് വെച്ചിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും പറ്റും ഒരു നോർമൽ അറേയിൽ. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? മെട്രിക്സ് അല്ലെങ്കിൽ 2D അറേയാണ് അല്ലേ. സോ മെട്രിക്സ് അല്ലെങ്കിൽ 2D അറേ എന്ന് പറയുമ്പോഴേക്കും നമുക്കതിനകത്ത് എന്താണ്? അതിൻ്റെ സൈസ്, അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ റോ സൈസും ഉണ്ട്, കോളം സൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റോ സൈസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൂപ്പ് വേണം. സോ ഞാനതിന് i = എടുക്കുകയാണെങ്കിൽ i = 0, i <= r-1, i++ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു റോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പും അതേപോലെ തന്നെ കോളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ലൂപ്പും വേണം. ഓക്കെ, ദെൻ i++. സോ ഈ ഒരു ഐ ലൂപ്പ് തരുന്ന എന്താണ്? റോയുടെ സ്പാൻ ആണ്. നെക്സ്റ്റ് അതിനുള്ളിൽ ആണ് ആര് വരുന്നത്? കോളം വാല്യൂസ് വരുന്നത്. സോ j = 0,
ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോളം സൈസ് -1 ജെ പ്ലസ് പ്ലസ്. ഓക്കെ, സോ ഈ ഒരു 2 ലൂപ്സ് വർക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ നമുക്ക് സ്കാനഫ് എഴുതുവാണെങ്കിൽ നമ്മളുടെ എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെട്രിക്സ് റീഡ് ആവും. അതേപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് ആണ് സ്കാനഫിന് പകരമായിട്ട് നമ്മളുടെ പ്രിൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഫോർ റീഡിങ് ആൻഡ് ഡിസ്പ്ലേയിങ് എ 2D array. അപ്പോൾ നമുക്കിനി ശരിക്കും ഒരു പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു മെട്രിക്സ് തരുവാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന എന്താണ്, ഹെഡർ ഫയൽ കൊടുക്കും. സോ #include stdio.h കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്തു, വോയിഡ് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, എന്താ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതിന് ശേഷം നമ്മൾ മെൻഷൻ ചെയ്യണം ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു മെട്രിക്സ് ഉണ്ട്, ഒരു മെട്രിക്സിനെ ഞാൻ ചുമ്മാ എന്ന് തന്നെ വിളിക്കുക, ഒരു അറയാണ്. എപ്പോഴും നമ്മൾ അറയുടെ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇത് 2D അറേ ആയതുകൊണ്ട് 2 ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ട്. ഞാൻ വെറുതെ 25/25 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് എലമെൻറ്റ്സ് വരുന്നതിനനുസരിച്ച് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു മെട്രിക്സിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ മെട്രിക്സിൻ്റെ സൈസ് 2D അറയുടെ സൈസ് യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കണം. ഓക്കെ, ഒരു 2D അറയുടെ സൈസ് എന്ന് പറയുമ്പോഴേക്കും അതിന് റോ സൈസും കോളം സൈസാണ് ഉള്ളത്. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് പറയാം, എന്ത് പറയാം, ഈ റോ സൈസും കോളം സൈസും എൻ്റർ ചെയ്യാൻ. ഓക്കെ, സോ പ്രിൻ്റ് ഓഫ് എൻ്റർ the row size and column size, enter the row size and column size. Okay, കോളം സൈസ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് കാണുന്ന ഉടനെ യൂസറിന് എന്ത് ചെയ്യും, റോയുടെ വാല്യൂവും കോളത്തിൻ്റെ വാല്യൂ, ഓക്കെ, റോ സൈസും കോളം സൈസും എൻ്റർ ചെയ്യാനായിട്ട് യൂസർ റെഡിയാവും. സോ അതിനെ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും, സ്കാനഫ് കൊടുത്തിട്ട് %d 2 വാല്യൂസ് റീഡ് ചെയ്യുന്നുണ്ട്, 2 തവണ %d, കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, &r റോ കൊടുക്കുന്നത്, &c നമ്മൾ കോളം വാല്യൂവിനെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോ സൈസും കോളം സൈസും ഇപ്പോൾ ഓൾറെഡി സേവ്ഡ് ആവും. ഇനി നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ബേസ്ഡ് ഓൺ ദീസ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേ അല്ലെങ്കിൽ ഒരു 2D അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ 2D അറേക്ക് ഫില്ല് ചെയ്യാനുള്ള എലമെൻറ്റ്സ് എല്ലാം ആരാ തരുന്നത്, യൂസറാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്രിൻ്റ് എഫ് വഴി യൂസറിൻ്റെ അടുത്ത് പറയാം, എന്ത് പറയണം, എൻ്റർ ദ അറേ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റർ ദ മെട്രിക്സ്. ഓക്കെ, ആ മെട്രിക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ എൻ്റർ ചെയ്യുന്ന മെട്രിക്സിനെ നമുക്ക് മെമ്മറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്കാനഫ് വർക്ക് ചെയ്യണം. ഇവിടെ നമ്മളൊരു 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമുക്ക് 2 ലൂപ്പ് വേണം. 2 ലൂപ്പ് അലോങ് വിത്ത് സ്കാനഫാണ് നമ്മൾ ഒരു മെട്രിക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐ നമുക്ക് റോ സൈസിൽ സ്പാൻ ചെയ്യാനും ജെ നമുക്ക് കോളം സൈസിൽ സ്പാൻ ചെയ്യാനും. ഓക്കെ, സോ r-1 i++. ഓക്കെ, സോ ഇത് നമുക്ക് നമ്മുടെ റോ സൈസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഫോർ j = 0 j <= കോളം -1 j++ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആരെ റീഡ് ചെയ്യും, അറേ റീഡ് ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ ഒറ്റ സ്കാനഫ് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഒറ്റ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് എന്ത് വേണം, 2 ഫോർ ലൂപ്പ് വേണം. ആ 2 ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മുടെ മെട്രിക്സിൻ്റെ പേരെന്താണ്, എ എന്നാണ്. അതിൻ്റെ റോയെ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്, ഐ ആണ്. കോളത്തിനെ ജനറേറ്റ് ചെയ്യുന്ന ആരാണ്, ജെ ആണ്. ഓക്കെ, സോ നമ്മൾ a of i എന്ന് കൊടുത്തതിന് പകരമായിട്ട് a of ij വേണം, &a of ij. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രിക്സ് റീഡായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെട്രിക്സിനെ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2 ഫോർ ലൂപ്പ് കൊടുത്തിട്ട് പ്രിൻ്റ് എഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് ഡിസ്പ്ലേ ആവും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ്, സാധാരണ പോലെയാണ് മെട്രിക്സിനെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്ക് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിട്ടാണ് നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലേ. അപ്പോൾ നമുക്ക് റോ വരേണ്ട സ്ഥലങ്ങളിൽ കോളത്തിനെയും കോളം വരേണ്ട സ്ഥലങ്ങളിൽ റോയെയും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറയുവാണ്, എന്താ, ട്രാൻസ്പോസ് ആണ് ഇനി പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും എവിടെയൊക്കെയാണോ റോയുടെ റെഫറൻസ് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോളത്തിനെ പ്രൊവൈഡ് ചെയ്യണം. സോ ഐ റോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതായിരുന്നു. സോ ഐയെ നമുക്കിനി എന്താക്കി മാറ്റാം, കോളത്തിനെ സ്പാൻ ചെയ്യുന്ന വേരിയബിളാക്കി മാറ്റാം. ഓക്കെ, ഒരു സ്വാപ്പിംഗ്, എല്ലാത്തിനകത്തും ഒരു ചേഞ്ച് വരുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ജെ എന്നുള്ള വേരിയബിൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്, കോളത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, j <= 0 j <= റോ -1. ഓക്കെ, സോ ഐ റോയുടെ സ്പാൻ ആയിരുന്നു, അതിനെ മാറ്റി കോളമാക്കി കൊടുത്തു. ജെ കോളത്തിന് സ്പാൻ ആയിരുന്നു, അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് റോ സ്പാൻ ആക്കി മാറ്റി കൊടുത്തു, j++. ഓക്കെ, ഇപ്പോൾ 2 ലൂപ്പും വന്നു. ഇനി നമ്മൾ സാധാരണ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, പ്രിൻ്റ് എഫിൽ %d ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഓൾട്ടർ ചെയ്യണം, അല്ലേ. സോ പ്രിൻ്റ് എഫ് %d, കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. മെട്രിക്സിൻ്റെ പേരെന്താണ്, എ എന്നാണ്. നമ്മൾ എങ്ങനെയായിരുന്നു, യൂഷ്വലി റോ കോളമായിരുന്നു. ഇനി നമ്മൾ ആ റോ എന്തായി മാറണം, കോളമായി മാറണം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്,
JI എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റോ ബൈ റോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻറ്റ് ഓഫ് %d /t കൊടുത്തേക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, ഓരോ എലമെൻറ്റിന് ശേഷം സ്പേസ് വേണം. നമ്മളൊരു മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുമ്പം സെറ്റ് 20 സ്പേസ് ഇട്ടിട്ടാണ് 30, പിന്നെ എടുത്തിട്ടാണ് നമ്മൾ 40 അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ എലമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്, AJ എന്നാണ് നമ്മളിപ്പോൾ വിളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ AFJയ്ക്ക് ശേഷം എന്ത് ചെയ്യണം, ഒരു ടാപ്പ് സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു /t കൊടുത്തേക്കുന്നത്. ഇനി ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റോ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, ജെയിലാണ് നമ്മൾ റോസിനെ ഐറ്ററേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ലൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ ലൈനിലേക്ക് എത്തണം. അത് നമുക്ക് ഓരോ എലമെൻറ്റും എടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോർ ലൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യും, നമ്മൾ ന്യൂ ലൈൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റ് 50, 60, 70 ഒക്കെ വരേണ്ട എന്താണ്, അടുത്ത ലൈനിൽ വേണം വരാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ന്യൂ ലൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ബ്രാക്കറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണ്, ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ എലമെൻസിനും പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ റോ സൈസിന് വേണ്ടി 6, കോളം സൈസിന് വേണ്ടി C കൊടുത്തിട്ടുണ്ട്, ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ I എടുത്തിട്ടുണ്ട്, പിന്നെ J എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും വേരിയബിൾസ് വരുന്നുണ്ടോ, പിന്നെ വേരിയബിൾസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ പ്രോസസ്സ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെമിക്കോളം കൊടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്.